അതെ. നല്ല മൊരിഞ്ഞ മീൻ പൊരിച്ചതും, അതായത് നല്ല നാടൻ വെളിച്ചെണ്ണയില് നല്ല ചെറു തീയിലിട്ട് പതിയെ പതിയെ മറിച്ചും തിരിച്ചും ഇട്ട് നല്ലപോലെ വേവിച്ച് നല്ല പുറമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കണം മീൻ പൊരിച്ചതും. അതുപോലെ തന്നെ ഒരു മോര് കൂട്ടാനും, അതുപോലെ ഒരു മെഴുക്ക് പുരട്ടിയും ഉണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ ചോറിനൊപ്പം. അപ്പം അത്രയ്ക്ക് മീൻ പൊരിച്ചത് ഇഷ്ടമുള്ള ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒക്കെ പാർട്ടായിട്ട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ചൊക്കെ ഇച്ചിരി അങ്ങ് അവോയ്ഡ് ചെയ്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മീൻ പൊരിച്ചത് തിന്നാൻ കൊതി തോന്നി. ഇപ്പോൾ ഞാനിങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ പരതി. അപ്പോൾ ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ചതും അതുപോലെ തന്നെ കുക്കറിലിട്ട് വേവിച്ചതും അങ്ങനെയൊക്കെ പലതും കണ്ടേ. പക്ഷേ എനിക്ക് ആ മീൻ പൊരിച്ചതിൻ്റെ ലുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഒരു വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു എൻ്റേതായ രീതിക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന്. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചെന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. നല്ല മുഴുത്ത അയിലാണ്. അതിനകത്തോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചുമ്മാ ഒരു ആർഭാടത്തിന് എടുത്തതാണ് കേട്ടോ. ഞാൻ സാധാരണ മീൻ വറുക്കുമ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നുമല്ല, ചുമ്മാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മീനിൽ പുരട്ടി വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ആവശ്യത്തിന് ഇവിടെ ഇപ്പം ഞാനിത് എന്നാൽ ഇരിക്കട്ടെ എന്നുള്ള രീതിക്ക് ഇട്ടാണേ. അപ്പം മുളക് പൊടി ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. എന്നിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ആവാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഏകദേശം ഒരു 1 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ഈ മീനിൻ്റെ അകത്ത് ഇങ്ങനെ അരപ്പ് തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം നല്ലപോലെ ഇതിങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് കുറച്ചൊക്കെ സക്സസ് ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളേ. അപ്പോൾ ഈ മീൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിലാകുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും കേട്ടോ. നല്ലപോലെ അകമൊക്കെ വേവും. അല്ലെങ്കിൽ നമ്മൾ എണ്ണ കുറച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളല്ലാതെ ഫ്രൈ പാനിലോ എവിടെ വെച്ചാലും എണ്ണ തീരെ കുറച്ച് യൂസ് ചെയ്യുമ്പം അത്ര അങ്ങ് മൊരിഞ്ഞ് പുറം വന്നാലും ചിലപ്പോൾ അകത്തോട്ടൊന്നും അത്ര നല്ലപോലെ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അകം നല്ലപോലെ വെന്തും കിട്ടും, എന്നാൽ നല്ലപോലെ നമുക്ക് പൊരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ മീൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് മീനങ്ങ് പിഴിഞ്ഞ് മീനങ്ങ് ഉടച്ചൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം മീനിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഓൾറെഡി ഉണ്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ ഈ അരപ്പ് വെച്ച പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ നിന്ന് കുറച്ച് ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കഴുകി ഞാൻ ആ കുക്കറിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് ഞാനിത് എന്താ പറയുക, കുക്കറിലിട്ട് വേവിക്കാൻ വെക്കുന്നത്. അതെ. ഞാനപ്പം മീൻ കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം പാകത്തിനായിരുന്നോന്ന് ചോദിച്ചാൽ 1 സ്പൂണല്ലേ ഞാൻ ഒഴിച്ചിരുന്നത്. വെന്ത് കഴിഞ്ഞപ്പോഴും ആ 1 സ്പൂൺ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒഴിച്ചത്രയും ഓൾമോസ്റ്റ് വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മീനിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി അതിനകത്തുനിന്ന് കൂടി വെള്ളം ഇറങ്ങിയല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ഈ പഞ്ഞീനുണ്ടല്ലോ, ഇത് ഞാൻ കുക്കറിലിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മീനിൻ്റെ ഒപ്പം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇനി നമുക്കിതെന്താണെന്ന് വെച്ചാൽ പതുക്കെ ഈ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് 1 സ്പൂൺ എണ്ണ എടുത്തോളം മതി കേട്ടോ. നോൺ സ്റ്റിക്കിലാണെങ്കിൽ 1 സ്പൂണൊക്കെ മതി കേട്ടോ. പക്ഷേ ഞാനിത് അബദ്ധത്തിൽ ചീഞ്ചട്ടി എടുത്തതാണ്, ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഓൾറെഡി 1 സ്പൂണോടത്തോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീനെല്ലാം കൂടി ഇട്ടിട്ട് പതുക്കെ തിരിച്ച് മറിച്ച് വിടണേ. അത് തന്നെയല്ല, ഞാൻ ആദ്യമേ തന്നെ മീനിട്ടപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമാണ് ഇരിക്കുന്നത്, ലോ ഫ്ലെയിം ആക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പറ്റി. പിന്നെ അത് തന്നെയല്ല, ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടേക്കുന്നത് കൊണ്ട് ചീനച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഫ്രൈ പാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ വരത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ചീനച്ചട്ടിയിൽ നമ്മളിപ്പം സാധാ മീൻ വറുക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഒരു സൈഡ് ശരിക്കും മൊരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വാങ്ങി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം മറിച്ചിടുവാണെങ്കിൽ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ എൻ്റെ പണി പാളിയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സമയം, എന്താ പറയുക, കുറച്ചുകൂടി ഒരു ക്ഷമ വേണം ചീനച്ചട്ടിയിൽ വെച്ച് ഇത് ചെയ്യണമെങ്കിൽ. എനിക്കത്ര ഇല്ല കേട്ടോ. അപ്പം ഞാനിത് എല്ലാം ചീനച്ചട്ടിയിലിട്ട് വെച്ചിട്ട്
ഞാനിത് തിരിച്ചും മറിച്ചിടും കേട്ടോ. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ ഒരു സ്പൂണും കൂടെ, മാക്സിമം ഒരു സ്പൂണും കൂടി 2 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ അടുക്കി പിടിക്കുമ്പോൾ ഞാനിങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത്ര അടുക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് ആ ചീനച്ചട്ടിയിൽ നിന്നൊന്ന് പറിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെ മൊത്തം 2 സ്പൂൺ മാത്രമാണ് കേട്ടോ, മാക്സിമം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുമ്പോൾ അറിയാം, നല്ലപോലെ ഒരു മൊരിഞ്ഞ് നമ്മുടെ മീൻ സാധാരണ വറക്കും പോലെ ഒരു ഇതിനകത്തത് കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഡ്രോപ്പായിട്ട് ഇങ്ങനെ മറിഞ്ഞ് വരാൻ താമസം എടുക്കുമ്പോൾ. അപ്പം ഞാനങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇത് കണ്ടോ, നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് ചൂടോടെ കഴിക്കാൻ സൂപ്പറായിരുന്നു. പക്ഷേ വൈകുന്നേരം ഈ സെയിം സാധനം തന്നെ കഴിക്കാൻ അത്ര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. മീൻ വേവിച്ചെടുത്താണ് ഇരുന്നു കേട്ടോ. പക്ഷേ ചൂടോടെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ മൊരിയിക്കണം എന്നുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ മൊരിയിച്ചേനെ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.